Hi guys, once again welcome back. അങ്ങനെ നമ്മുടെ പരീക്ഷ തിങ്കളാഴ്ച വരാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഒരു തരി പോലും എവിടെയും സമയം മാറ്റി വെക്കാതെ പഠിക്കാൻ വേണ്ടി തയ്യാറാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൻഷ്യൻ തമിഴകം, പ്രാചീന തമിഴകം എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളെ പറ്റിയാണ്. ആ ചോദ്യത്തിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ദനിയാൽ സാർ അങ്ങനത്തെ ഒരു വർത്താനം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി കിട്ടിയോന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്ന. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായുള്ള രണ്ടാമത്തെ കാര്യം ഒന്നും നിഹാൽ സാർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ നിർബന്ധമായും ഈ ആൻഷ്യൻ തമിഴകം എന്ന ചാപ്റ്റേഴ്സ് നിന്ന് പഠിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി പോകുന്നു. ആ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞ ചോദ്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ ചോദ്യം ഇതാണ് മക്കളെ. നോക്കി നിങ്ങൾ എവിടെ പോയി, എന്താണ് നമ്മൾ സ്ലൈഡ് വർക്ക് ചെയ്യുന്നത്? What are the major sources of understand the history of ancient തമിഴകം? പ്രാചീന തമിഴകത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരുപാട് സ്രോതസ്സുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. നമുക്കറിയാം, സ്മാരകങ്ങളുണ്ട്, പ്രാചീന ശിലായുഗ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ് സംഘം കൃതികൾ ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കാം. പിന്നെ ഞാൻ ഇതിന്റെ ഉത്തരങ്ങളൊന്നും അതിൽ കൊടുക്കുന്നില്ല കേട്ടോ. ഇതിന്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വേഗം നമ്മളെ ലൈവിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ലൈവിലേക്ക് എത്താൻ മറക്കരുത്. അപ്പം ഈ ഒരു ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ നിങ്ങളത് കണ്ടെത്തി പഠിക്കും വേണം, മറന്നു വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ചോദ്യമാണ്. രണ്ടാമത് എന്താണ് നമ്മൾ മാർക്ക് മെൻഷൻ ദ നെയിം ഓഫ് ദ ഫോളോയിങ് റിലേറ്റഡ് ടു ദ ആൻഷ്യൻ തമിഴകം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആൻഷ്യൻ തമിഴകത്തിൽ ഇതിനൊക്കെ പറയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ശ്രദ്ധിക്കുക നിങ്ങൾ. മോർണിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ രാവിലത്തെ ചന്ത, ഈവനിങ് മാർക്കറ്റ്, സായാഹ്ന ചന്ത, പിന്നെ ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയാണ് ഇതിന്റെ പേരുകൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ട്, ആലോചിച്ച് നോക്കുക. സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതി നമ്മൾ വിളിക്കുന്നവരെന്താ? നോട്ടുത്തൽ എന്നാണ് നമ്മൾ വിളിച്ചത്, നോട്ടുത്തൽ അല്ലേ. അതുപോലെ തന്നെ മോർണിംഗ് മാർക്കറ്റിനെ വിളിച്ച് എന്തായിരുന്നു? നാളങ്ങാടി അല്ലേ. അതുപോലെ എന്താണ് ഈവനിങ് മാർക്കറ്റ്? അല്ലലാവണം അല്ലേ. ഇതൊക്കെ ഓർമ്മയില്ല നിങ്ങൾക്ക്? ഇത് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കുക, നോട്ട് ചെയ്ത് വെച്ചോ. അടുത്തൊരു ചോദ്യം പിടിച്ചോ. ദ ടിനാസ് ആർ എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ മോൾഡിംഗ് ദ സോഷ്യൽ ലൈഫ് ഓഫ് ആൻഷ്യൻ തമിഴകം സബ്സ്റ്റാൻഷ്യേറ്റ്. ഇത് 5 മാർക്കിന്റെ എസ്സേ ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ പരീക്ഷാ പേപ്പറിൽ ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്ന ചോദ്യമായിരിക്കും ഈ ഒരു ചോദ്യം. ഏത് ചോദ്യം? തിണകൾ എത്രത്തോളമാണ് ആൻഷ്യൻ തമിഴകത്തിന്റെ ജീവിത രീതിയെ ബാധിച്ചത്, അല്ലെങ്കിൽ ജീവിത രീതിയെ പിന്നെ എങ്ങനെ പ്രചോദനം എങ്ങനെ പങ്കുവഹിച്ചത് കൃത്യമായി 5 തിണകളെ പറ്റി നിങ്ങൾ എഴുതി വെക്കണം. എക്സാമിന് ചോദിക്കും 5 തിണകൾ ഏതൊക്കെയാ. പിന്നെ നമുക്ക് പിന്നെ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എല്ലാം 5 പറ്റി എഴുതി വെക്കുക. അതിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷം എഴുതി വെക്കുക. അവിടുത്തെ ആളുകളെ ജോലികളെ പറ്റി എഴുതി വെക്കുക. എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. 5 മാർക്കിൻ്റെ എസ് ആണ്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചോ, ഒരു കുഴപ്പമില്ല. അടുത്തൊരു ചോദ്യം പിടിച്ചോ. മെൻഷൻ ദ റോൾ ഓഫ് ഉമണർ ഇൻ ദ ട്രേഡ് ആൻഷ്യൻ തമിഴകം. പ്രാചീന തമിഴത്തിന്റെ വ്യാപാരത്തിൽ ഉമണരുടെ പങ്കെന്ത്? നമുക്കറിയാം, ഉമണർ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തെ കച്ചവടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായത് ഉമണർ എന്ന് പറഞ്ഞാൽ അല്ലെ. ആ ഉമണർ ഏതെല്ലാം സാധനങ്ങളാണ് കച്ചവടം ചെയ്ത? ഏതാണ് അവർ ഏറ്റവും കൂടുതൽ ഉപ്പായിരുന്നു അല്ലെ. ഉപ്പാണ് അവർ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്ത്. അത് പഠിച്ചു വെക്കുക. അവരെല്ലാ തിണകളിലും അവർ കച്ചവടം ചെയ്തു. സുഗന്ധ വ്യാപാരങ്ങൾ അവർ വ്യഞ്ജനങ്ങൾ അവർ കച്ചവടം ചെയ്തിരുന്നു. അത് മാത്രമല്ല റോമാക്കാരുമായിട്ട് അവർ ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു അല്ലെ. വളരെ പ്രധാനപ്പെട്ട മക്കളെ ഇത് പഠിച്ചു വെച്ചോ, ചോദിക്കും. അടുത്ത് പിടിച്ചോ. ഇനി മാസ്റ്റർ ഫോളോയിങ്. ഇങ്ങനെ ഒരു മാസ്റ്റർ ഫോളോയിങ് ചോദ്യം എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും. വേറെ ചാപ്റ്റേഴ്സിലായിരിക്കും. നമ്മൾ ഈ ആൻഷ്യൻ തമിഴകം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു ചോദ്യമായിരിക്കും ഈ ചാപ്റ്റേഴ്സ് ചോദിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ എന്തായിരിക്കും? നമ്മുടെ സംഘം കൃതികളെ പറ്റി ചോദിക്കും കേട്ടോ. സംഘം കൃതികളെ പറ്റി ചോദിക്കും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ കാര്യം നിർബന്ധം അങ്ങ് പഠിച്ചു വെച്ചോ. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ 4 മാർക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ അടുക്കി വരുന്ന ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യത്തിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. നമുക്കറിയാലോ, നമുക്കൊന്ന് കുറിഞ്ചി എന്താ അല്ലേ? കുറിഞ്ചി, അതുപോലെ മുല്ലൈ, മരുതം, അതുപോലെ നെയ്തൽ. ഓക്കെ, അടുത്ത പിടിച്ചോ. കോസ്റ്റൽ റീജിയൻ എന്താ? തീരപ്രദേശം. ഹൈലി റേഞ്ച മലനാട് അല്ലെ, മലനാട്. ഗ്രാസ് ലാൻഡോ? പുൽമേട്. ഇനി എന്താ? വെറ്റ്ലാൻഡ് എന്താ? പിന്നെന്തായിരുന്നു? തണ്ണീർത്തടം. ഇനി നോക്കാം. നമുക്ക് ഒന്ന് മാസ്റ്റർ ഫോളോ ചെയ്ത് നോക്കും നിങ്ങൾ. കുറിഞ്ചി ഏതാ? നമുക്കറിയാം, ഹില്ലി റീജിയൻ ആണല്ലോ അല്ലേ. മുല്ലൈ. നെയ്തൽ ഏതാ? കോസ്റ്റൽ ലാൻഡ് നമുക്കറിയാലോ. മരുതം ഏതാ? പിന്നെ മുല്ലൈ ഗ്രാസ് ലാൻഡ് ആണ്. മരുതം എന്താണ്? വെറ്റ്ലാൻഡ് ആണ്. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ 4 മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ കിടക്കും. റെഡി? ഇനി ഒരൊറ്റ ചോദ്യം കൂടി അവസാനമായിട്ട് ഈ ഒരു ചിത്രങ്ങളും നിങ്ങൾ നോക്കി വെക്കണം. ഐഡന്റിഫൈ ദ മെഗാലിത്തിക് മോണുമെന്റ്സ് റെപ്രസെന്റ് ദ ഫോളോയിങ് പിക്ചർ. ഏത് ചിത്രം തരാം? പ്രധാനമായും ചോദിക്കുന്ന ചിത്രം ഏതാ? അത് കുടക്കലിന്റെ ചിത്രം. അല്ല, മെൻഹിർ ചോദിക്കാറുണ്ട്, കുടക്കൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ കൃത്യമായി ചിത്രവും പേരും എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. ഇതിൽ കൂടുതലൊന്നും ചോദിക്കൂലടാ. പരീക്ഷയാണ്, എക്സാമാണ്. എൻ്റെ മക്കൾക്ക് ഒരു ടെൻഷനും ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കോൺഫിഡൻസോട് ഞാൻ നിങ്ങളോട് പറയുന്നത്. പരീക്ഷ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കാനുള്ള
എന്നുള്ള കാര്യമില്ല, പഠിക്കാനുള്ള സമയം. എച്ചുപടി കൃത്യമായി നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളത് പഠിക്കുക, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും. അപ്പോൾ നിർബന്ധമായും എന്ത് ചെയ്യുക, പിന്നെ ഈ ഒരു നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ലൈവിൽ നിർബന്ധമായി എത്തുക. ഈ ചോദ്യങ്ങളൊക്കെ ഡീറ്റെയിൽ നമ്മൾ അവിടെ പഠിക്കും. അപ്പോൾ നിങ്ങൾ പലർക്കും നിഹാൽ സാർ ഇത് സംശയമാണ്, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എങ്ങനെ നിഹാൽ സാറെ നന്ദി പറയല്ലേ, എന്നോടൊന്ന് പറയണ്ടേ എങ്ങനെ ചോദ്യം ചോദിച്ചു എന്നുള്ളത്. അതെന്ത് ചെയ്താൽ മതി, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നിഹാൽ പെർസ്പെക്റ്റീവ്, നിങ്ങൾ അവിടേക്ക് വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ നിഹാൽ സാർ നിങ്ങൾ പറഞ്ഞ ചോദ്യമൊക്കെ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനൊരു നിഹാൽ സാർ റിപ്ലൈ തരാൻ സാധിക്കും. സോ നന്നായി പഠിച്ചോ, ഇത് ചോദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ബാക്കി ലൈവിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച്, ബൈ.